ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണ് സ്പെഷ്യൽ വീഡിയോസ് കേട്ടാ. സ്കൈറ്റിംഗ് ആണ്. സ്കൈറ്റിങ്ങിൽ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഒരുപാട് നാളായില്ല സ്കൈറ്റിംഗ് എല്ലാം തുടങ്ങിയിട്ട്. അപ്പോൾ ജമ്പിങ്, അതേപോലെ ബാക്ക് ജമ്പിങ്, ബ്രേക്ക്, അങ്ങനെ കുറച്ച് ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോസാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, എങ്ങനെയുണ്ട് വീഡിയോസ്? കണ്ടില്ലേ? അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രാത്രി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമായിട്ട് അതൊരു കാർ പാർക്കിംഗ് ആണ്. ഇവിടെ നമ്മൾ രാത്രി എല്ലാം ഇവിടെ പ്രാക്ടീസ് എല്ലാം ചെയ്യും. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഞാൻ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം. അത് മാത്രമല്ല, അവിടെ ചെറിയൊരു പയ്യൻ അവിടെ പഠിക്കേണ്ടിട്ടാ. അവർ കൊടക് എന്നാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിൽ തന്നെയാണ്, കൊടകിലുള്ളതാണ് അവർ. ചെറിയ പയ്യനാണ്, അവനവിടെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ പ്രാക്ടീസ് ചെയ്യണത് ഈ ഒരു ഭാഗത്താണ്. അവിടെ ഒരു പയ്യൻ അവിടെ അങ്ങനെ സ്കേറ്റിംഗ് എല്ലാം ചെയ്യാറുണ്ട്. നമ്മളിതാ ഈ പാർക്കിങ്ങിലാണ് രാത്രി എല്ലാം പ്രാക്ടീസ് ചെയ്യാറ്, സ്പീഡ് സ്കേറ്റിങ്. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് അവിടെ നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ അതൊരു റൗണ്ട് എന്നാണത് 1 കിലോമീറ്ററാണ്. അങ്ങനെ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ നമ്മൾ സ്കേറ്റിംഗ് എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രാത്രി ഞാൻ മാത്രം, ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അവിടെ വന്നിട്ടാണ് നമ്മളെ ഇന്നത്തെ സ്കേറ്റിംഗ് പ്രാക്ടീസ് എല്ലാം. അപ്പം നമുക്ക് തുടങ്ങല്ലേ. അപ്പം ഇങ്ങനെയുള്ളതൊന്നും ഞാൻ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാ കണ്ടില്ല, ഇങ്ങനെയെല്ലാം നമ്മൾ റൗണ്ട് അടിക്കാറുണ്ട്. പിന്നെ മാത്രമല്ല, അതാ അങ്ങനെ വന്നിട്ട് ഇതാ കണ്ടില്ലേ, ഇതൊന്നും ആദ്യം എനിക്ക് നിശ്ചിണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ജമ്പിങ് തന്നെയാണ്. ജമ്പിങ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഇനി കാണാൻ പോകുന്ന ജമ്പിങ് കേട്ടാ. ജമ്പിങ് നമ്മൾ പരമാവധി നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നോക്കിക്കോ. സുഹൃത്തുക്കളെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രേക്ക് കേട്ടോ. ഇപ്പൊ ബ്രേക്കാണ് കണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ 1 ലെഗാണ് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ഒരു വീലിൽ ഇങ്ങനെ പോകാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒരുപാട് നാളത്തെ പ്രാക്ടീസിന് ശേഷം കേട്ടാ ഞാൻ ഇതെല്ലാം പഠിച്ചുണ്ടാക്കിയത്. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിൽ ഇതങ്ങനെ ചെയ്യും. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. പിന്നെ ബ്രേക്ക് തന്നെ ആയിരുന്നു. ബ്രേക്ക് ഞാൻ പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ. ഇപ്പം അടിപൊളിയായിട്ട് കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഞാൻ ബ്രേക്ക് പിടിക്കുന്നുണ്ട്. പക്ഷെ ബ്രേക്കാണ് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സ്പീഡിൽ വന്നിട്ട് ഞാൻ ബ്രേക്ക് പിടിക്കുന്നതാണ് കാണാൻ പോകുന്നത്. ഇല്ല, ഈ ബ്രേക്ക് ഇത് പഠിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ടെല്ലാം പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കൂടാണ്ട് ജമ്പിങ്ങിൽ തന്നെ ഇങ്ങനെ ഒറ്റ ഇതിൽ തന്നെ കാണില്ല. ഈ ഒരു ജമ്പിങ് അടിപൊളിയായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് ജമ്പിങ്, പിന്നെ ഫ്രണ്ടിലേക്കുള്ള ജമ്പിങ് കേട്ടോ. അത് തന്നെ ഇതാണ് ഫ്രണ്ടിലേക്കുള്ള ജമ്പിങ്. അതും വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അയ്യോ, മെയിൻ എനിക്ക് പഠിക്കാൻ പറ്റിയത് പിന്നെ ബ്രേക്ക് എന്നാണത്. നമ്മളിത് അങ്ങനെ ടേൺ ചെയ്തിട്ട് ബ്രേക്ക് പിടിക്കൂട്ടോ. അതും ഇതൊരു ബ്രേക്ക് തന്നെയാണ്. എങ്ങനെ വരാം
നോക്കിക്കോ കണ്ടില്ലേ, കുറച്ചിങ്ങനെ കാല് വൈഡ് ചെയ്തിട്ട് കൊടുക്കുക. അതും ഒരു ബ്രേക്ക് തന്നെയാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് റിവേഴ്സ് ആണ്. റിവേഴ്സ് പോകാൻ ഞാൻ ഇപ്പോൾ പഠിച്ചു വരുന്നുള്ളൂ. പാടില്ല ഇങ്ങനെ പോവുക, റിവേഴ്സ് വരെ. ഓക്കെ, റിവേഴ്സിൻ്റെ ആ ഒരു ഞാൻ കാണിച്ചു അല്ലേ. ഇങ്ങനെ വന്നിട്ട് ബ്രേക്കും പിടിക്കും. അപ്പോൾ അതും പഠിച്ചിട്ടുണ്ട്. വണ്ടികളെല്ലാം വന്നു തുടങ്ങി, ചൂട് തുടങ്ങി, ചെറുതായിട്ട് തുടങ്ങിയിട്ടാ തുടങ്ങിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബാക്ക് വന്നിട്ട് ബ്രേക്ക് പിടിക്കണത്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് വന്നിട്ട് ഇങ്ങനെ ടേൺ ചെയ്യാനും പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വന്നിങ്ങനെ ടേൺ ചെയ്യുക, ഇതൊക്കെ പഠിച്ച് 1 ലെഗിൽ ഇങ്ങനെ ടേൺ ചെയ്യുക. പിന്നെ ഇതാ കണ്ടില്ലേ, അത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ നേരെ ജമ്പ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഞാൻ പഠിച്ചുണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ്. ചിലർക്കെല്ലാം പെട്ടെന്നായി, എനിക്ക് ഭയങ്കര ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് അടുത്ത നമുക്ക് ഇങ്ങനെ ഈ ഫുട്പാത്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ഭാഗങ്ങളൊക്കെയാണ് അടുത്ത നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ നമുക്ക് ഫുട്പാത്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടില്ലേ, ഇങ്ങനെ പോണ്. അതെന്നെ ജമ്പ് ചെയ്തിട്ട് വരെയും ചെയ്യും കേട്ടോ. ജമ്പ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇങ്ങനെ കടക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ള അങ്ങനെയുള്ള ജമ്പിങ്ങും കാര്യങ്ങളെല്ലാം അതൊന്നും ആദ്യം തീരെ എനിക്ക് പറ്റാത്ത കാര്യങ്ങളായിരുന്നു. ആദ്യം നമ്മ ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ നിന്ന്, അപ്പൊ ഇത് ഒരു കാല് വെച്ച് കയറി, അത് കഴിഞ്ഞ് ഇങ്ങനെ വരും, ഒരു കാല് വെക്കും, ഇറങ്ങും, കണ്ടില്ലേ ഇങ്ങനെ വരുന്നു. അതിന് ശേഷം ഇങ്ങനെ ഒരു കാലെടുത്തേക്കും, അതിന് ശേഷം ഒരു കാലെടുത്ത് വെച്ചിറങ്ങും. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ജമ്പിങ്ങും കൂടി പഠിച്ചെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ഇന്റർലോക്കിലെല്ലാം ഓടിക്കാൻ നമുക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. അതും ക്ലിയർ ആയിട്ടുണ്ട്. അതെല്ലാം അടിപൊളിയായിട്ട് ഞാൻ ഇപ്പോൾ ഓടിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 ലെഗിൽ ഒരേ വീലിൽ നമ്മളിങ്ങനെ വന്നിട്ട് റൗണ്ട് അടിക്കുന്ന രീതിയിലുള്ളതാട്ടാ. വണ്ടിയുണ്ട് പോട്ടെ. ഓക്കെ, നമ്മളിത് അങ്ങനെ സ്കേറ്റ് ചെയ്ത് വരുന്നു. അതിന് ശേഷം ഇല്ല ഇതാ അങ്ങനെ. ഓക്കെ, ഈ 1 ലെഗിൽ ഇങ്ങനെ വന്നതിന് ശേഷം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകാണ്ടില്ലേ, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോവുക. പിന്നെ തുടക്കക്കാരെന്നുള്ള ആദ്യം അത് ഞാൻ പഠിച്ചിരുന്നത് സർക്കിളൊക്കെ ഉണ്ടാ. സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നമുക്ക് ടേൺ ചെയ്യാനുള്ള 1 ലെഗ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടല്ലേ. ഇത്രയും ഒരു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ലെഗ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് കണ്ട. ഇതെല്ലാം നമ്മ ഫസ്റ്റ് ബിഗിനേഴ്സ് ആയിട്ടുള്ള പഠിക്കുന്ന ആൾക്കാർ ഇതെല്ലാം പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോണ സ്ഥലത്ത് പെട്ടെന്ന് ടേൺ ചെയ്യണം. ആ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമ്മൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാവും. പിന്നെ സ്പീഡ് സ്കേറ്റ് ഉണ്ടോ. സ്പീഡ് സ്കേറ്റിൻ്റെ ഒരു പൊസിഷൻ എന്നാണത് ഭയങ്കര റിസ്ക് ആണ്. ഈ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കണം കണ്ടില്ലേ. ഈ ഒരു പൊസിഷനിൽ കാലിങ്ങനെ വെച്ച് കണ്ടില്ലേ, ഇത്രയും ബെൻഡ് ചെയ്ത് നിൽക്കണം. എന്നാലാണ് എയർ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ ക്രോസ് ആയിട്ട് നമുക്ക് പോകുമ്പോൾ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ട് കോമ്പറ്റീഷനിൽ
3 കോമ്പറ്റീഷൻ ഞാൻ ഓൾറെഡി പങ്കെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ അടുത്ത മാസം ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ 4ാമത്തെ കോമ്പറ്റീഷൻ ആവും. നോക്കി നോക്കാം നമുക്ക് വിന്നർ ആവാൻ പറ്റുമെന്നുള്ളത്. പിന്നെ അത് തന്നെ ഇങ്ങനെ ചെയ്യേണ്ടത് മാത്രം നമ്മൾ. ആ പയ്യനവിടെ ഒറ്റക്ക് തനിയെ പഠിക്കണ്ട. അച്ഛനും അമ്മയുണ്ട്, അപ്പയും ഉമ്മയുണ്ട് അവൻ്റെ കൂടെ. അടിപൊളിയായിട്ട് ചെയ്യേണ്ട പയ്യൻ. ചെറിയ പയ്യന്മാരല്ല, അവർ പെട്ടെന്ന് പഠിക്കാം. നമ്മളൊക്കെ ഏജ് കുറച്ചായതുകൊണ്ട് എനിക്കൊക്കെ ബാലൻസ് കിട്ടാൻ വേണ്ടി സമയമെടുത്ത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്ര നാൾ കൊണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ. ചൂട് തുടങ്ങിയിട്ടാ, ശരിക്കും പറയുന്നത് ചൂട് തുടങ്ങി വേർത്ത് തുടങ്ങി ഞാൻ കുറച്ച് സ്കേറ്റിങ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സ്കേറ്റിങ്? എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, സ്കേറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതുപോലത്തെ വീഡിയോകൾ കണ്ടിട്ടും കൂടുതലും എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോച്ചിൻ്റെ കീഴിൽ പഠിക്കുന്നതാണ് ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് പഠിക്കാൻ, സ്വയം പഠിക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. അതിനുശേഷം ഒരു കോച്ചിൻ്റെ രീതി അണ്ടറിലാണ് ഞാൻ മൊത്തം ഒരുവിധം കുഴപ്പമില്ലാണ്ടൊക്കെ പഠിച്ചെടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു സ്കേറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ്. അപ്പോൾ ഇനിയും അതേപോലത്തെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സ്കേറ്റിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.